നമ്മുടെ ചെറിയ കൊച്ചു കുടുംബമാണ്. അപ്പോൾ അതിന് വേണ്ടി 2 ബെഡ്റൂമായിട്ട് ചെറിയൊരു വീട് വെക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വീടാണ് ഞാൻ വെച്ച് എനിക്കങ്ങനെ പൂർത്തീകരിക്കാൻ സാധിച്ചു. ഹലോ ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ പ്രീമിയം ബഡ്ജറ്റ് വീടിൻ്റെ ഇൻറ്റീരിയൽ അതുപോലെ തന്നെ കാർപ്പൻ്റർ വർക്ക്, കിച്ചൺ കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത ദാസേട്ടനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ ഒരു വീട് 6 സെൻറ്റ് ഭൂമിയിൽ 2 ബെഡ്റൂമോടുകൂടി ചെറിയ കുടുംബങ്ങൾക്കൊക്കെ അനുയോജ്യമായ രീതി അനുസരിച്ച് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചൊരു ലോ ബഡ്ജറ്റ് വീടാണ്. അപ്പോൾ ഇത് 6 മാസം സമയം എടുത്തിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് കേട്ടോ. ഇതിൻ്റെ നിർമ്മാണ രീതികളൊക്കെ നമ്മുടെ ദാസേട്ടൻ തന്നെ നമ്മളോട് പറയും. അപ്പോൾ നമുക്ക് വീണ്ടും ബാക്കിയുള്ള വിശേഷങ്ങളും കാണാം. ദാസേട്ടാ നമസ്കാരം. നമസ്കാരം. ഇത് എൻ്റെ ചെറിയ കൊച്ചു വീടാണ്. ഇതൊരു 6 സെൻറ്റ് സ്ഥലത്താണ് ഞാനിത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഒരു 6 മാസം കൊണ്ട് നല്ല മെറ്റീരിയൽസ് വെച്ച് നിർമ്മിച്ചെടുത്തൊരു വീടാണ്. അതായത് ക്വാളിറ്റി പരമാവധി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ക്വാളിറ്റി പരമാവധി ഞാൻ കീപ്പ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇതാണ് നമ്മൾ സിറ്റ് ഔട്ട്. ഇത് നമ്മൾ സ്റ്റെപ്പൊക്കെ എടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് കൊണ്ടാണ് സ്റ്റെപ്പ് ഇട്ടിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണല്ലേ? ഗ്രാനൈറ്റ് വന്ന ബോർഡ് മാത്രം ഗ്രാനൈറ്റ് കൊടുത്ത് ഉള്ളിൽ ടൈൽ കൊടുത്തിട്ടുണ്ട്. ടൈലാണ് കൊടുത്തിരിക്കുന്നത്. 4.2 ടൈല്. ഇതിന് എന്ത് വില വന്നിട്ടുണ്ടെന്നല്ലോ? വില 60 രൂപ സ്ക്വയർ ഫീറ്റ്. 60 രൂപ വരുന്നുണ്ടല്ലേ? ഇത് ഗ്രാനൈറ്റ് അല്ലേ? ഇരിപ്പിടം നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. രണ്ട് സൈഡ് ഇത് ഗ്രാനൈറ്റ് ആണ് മുകളിലിട്ടിരിക്കുന്നത്. ഇതെന്ത് വില വന്നിട്ടുണ്ടെന്ന് അറിയാം ചേട്ടാ? ഇത് ഗ്രാനൈറ്റ് വന്നിട്ടുള്ളത് 135 രൂപ. ഇതിന്റെ താഴ്ഭാഗം ക്ലോസ് ചെയ്തിട്ടില്ല അല്ലേ? അത് ക്ലോസ് ചെയ്തില്ല. അത് ഗ്ലാസ് നമുക്ക് ഗ്ലാസ് വെച്ച് മറിക്കാൻ വേണ്ടിയിട്ടാണ്. മറിക്കാൻ വേണ്ടി ഉദ്ദേശമുണ്ടോ? ചെയ്ത് ഗ്ലാസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതി ചെയ്തേക്കുന്നല്ലേ? ഇത് ഫ്ലോർ ടൈലാണ്. ഗ്ലാഡിങ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ടല്ലേ? സിറ്റൗട്ടിന്റെ എല്ലാ ഭാഗത്തും 3 വിൻഡോ. അതെന്ത് വുഡാണ്? എന്ത് തടിയാ? ഇത് മറ്റേ തേക്കിന്റെ വുഡാണ്. തേക്കാണോ? പെയിന്റ് ചെയ്തിട്ടില്ല മാത്രം, പോളിഷ് ചെയ്തില്ല. ഇവിടെ ഒരു ഫാൻ ഉണ്ട് സിറ്റ് ഔട്ടില്. 2 ലൈറ്റ് LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് 2 വാട്ടിന്റെ ആണോ? 2 വാട്ടിന്റെ LED ബൾബ്. ഇതാണ് നമ്മുടെ മെയിൻ ഡോർ അല്ലേ? മെയിൻ ഡോർ. ഇത് എന്ത് വുഡാ? ഇത് ഫുൾ തേക്കാണല്ലേ? തേക്കാണ്. അത് നമ്മൾ കുറച്ച് വർക്കൊക്കെ ചെയ്ത് ചെറിയ വർക്കുകളൊക്കെ ചെയ്തിട്ട് നമ്മൾ എക്സ്ട്രാ ലോക്ക് കൊടുത്തേക്കാം. ഇത് നമ്മൾ പറഞ്ഞ മറ്റേ സേഫ്റ്റി ലോക്ക് എന്ന് പറയും. 6 കള്ളം തിരിയുന്ന ലോക്കാണ്. അങ്ങനെയുള്ള ലോക്ക് അല്ലേ? അതായത് ഇത് ശ്രദ്ധിക്കേണ്ട ആളുകൾ നമ്മളിപ്പോ ഈ എന്താ പറയുന്നത് മണിച്ചിത്രത്താഴൊക്കെ നമ്മൾ ഈ മണിച്ചിത്രത്താഴൊക്കെ വെക്കാൻ നമ്മൾ ഷോക്ക് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് അത്രയും ഒരു ഇത് കിട്ടുന്നില്ല. നമ്മുടെ ഈ ഷോ മാത്രമേ പുറത്തുള്ളൂ. അതിന് അത്രയും ബലം കിട്ടുന്നില്ല. ഇതാവുമ്പോൾ നമ്മൾ 6 കള്ളം നമ്മൾ പുറത്ത് ഇത്രയും കാണുള്ളൂ. ഇത് 6 കള്ളം ഉള്ളിലേക്ക് കയറി നിൽക്കും. ശരി. ഇതാണ് ശരിക്കും സുരക്ഷമായ ഒരു ലോക്കാണ് ഇത്. അതല്ലേ? ഓക്കെ, അതിന്റെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ദാസേട്ടൻ പറഞ്ഞ പോലെ പുതിയ വീടൊക്കെ വെക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മെയിൻ ഡോറിന്റെ ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ലോക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഏകദേശം ഒരു 1050 രൂപ പല റേറ്റിന്റെ ലോക്കുകൾ കിട്ടാനുണ്ട് കേട്ടോ. അപ്പൊ ആ റേറ്റ് ഒക്കെയാണ് വരുന്നത്. ഇപ്പൊ മണിച്ചിത്രത്താഴ് പോലെ പല ആളുകളും തെറ്റിദ്ധാരണയുണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും സുരക്ഷിതമാണെന്ന്. അപ്പോൾ അത് സുരക്ഷിതമാണെന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ ദാസേട്ടൻ ഒരു കാർപ്പൻ്ററാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണെന്ന് ഒരു 1050 രൂപ അങ്ങനത്തെ റേഞ്ചിലൊക്കെ കിട്ടാണ്. ഇനിയിപ്പം ഈ ലോക്കിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഇടത്തെ ഭാഗത്തുള്ള ടാഗിങ് ബട്ടണിൽ ഈ ലോക്കിൻ്റെ ഒരു ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സൈറ്റിലേക്ക് പോകാൻ പറ്റും. ഇനിയിപ്പോൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. വാങ്ങാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാനുള്ള തീരുമാനം എടുക്കാനും സാധിക്കും കേട്ടോ. അപ്പോൾ ടാഗിങ് ബട്ടനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ സൈറ്റിലേക്ക് പോയി അത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ പുതിയൊരു മോഡൽ ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റീൽ പട്ടയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം സ്റ്റീൽ പട്ടയാണ്. 2 ഹാൻഡിൽ ഇതിന് ആവശ്യമുള്ളൂ. ലോക്കാണെങ്കിൽ ഒരൊറ്റ ലോക്ക് മതി. പിന്നെ ഇത് വരുന്നത് ഇത് ഷീറ്റാണ്. ഗ്ലാസ് അല്ല നമ്മളിത് വെക്കുന്നത്. ഇത് അക്രിലിക് ഷീറ്റ് എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചാണ് ഈ മെറ്റൽ ചെയ്തത്. അതൊരു ഭംഗിക്ക് വേണ്ടി വേണ്ടിയിട്ട് ഇത് കുത്തിയ പൊട്ടില്ല. ക്രാച്ച് വരില്ല, പൊട്ടൊന്നുമില്ല. അവിടെ ലൈറ്റും കൊണ്ട് കാണാൻ പറ്റൂല? ഇല്ല, അത് ലൈറ്റ് അങ്ങോട്ട് കാണില്ല. ഇത് നമ്മൾ പുറത്ത് മാത്രം വെച്ച് കൊടുക്കണം. അങ്ങനെയാണ്, പുറത്ത് മാത്രമാണ്. ലൈറ്റില്ല. പിന്നെ ഇതിന്റെ ഇനിയിപ്പോ ബാക്കിയുള്ള ഈ ഭാഗത്ത് പാനൽ ചെയ്യാൻ ഇട്ടിരിക്കുന്നതാണ്. പാനലിംഗ് വലിയ കട്ടളായിട്ട് തോന്നാൻ പാകത്തിന് നമുക്ക് ഇതിന്റെ വുഡ് വെച്ചിട്ട് പാനൽ ചെയ്യാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അങ്ങനെ ചെയ്തേക്കുന്നത് പണി കുറച്ച് പെൻഡിങ് ഉണ്ട് അല്ലേ? അതെ, കുറച്ച് പെൻഡിങ് ഉണ്ട്. ഇത് നമ്മുടെ ലിവിംഗ് ഏരിയ ആണ്. പ്രധാന ലിവിംഗ് ഏരിയ. എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ടായിരിക്കും? 13-12. ഇതൊക്കെ കജാരി ടൈൽ വെച്ചിട്ടാണ് ഫ്ലോർ മൊത്തം ചെയ്തിരിക്കുന്നത്. വീട് മൊത്തം ബെഡ്റൂമും
ഹാളും ഡൈനിങ് ഹാളും എല്ലാം കജാരി തന്നെയാ. ഇതാണ് നമ്മുടെ വിൻഡോ. ഇത് നമ്മളെ ഫ്രണ്ടിൽ നിന്ന് കണ്ട വിൻഡോ അല്ലേ? കണ്ട വിൻഡോ മൂന്നാളി കൈണി എന്ന ഒരു നമ്മുടെ നാട്ടിൽ അറിയുന്ന ഒരു പേരാണ് കൈണി. ആ മരം കൊണ്ട് വെച്ചിട്ട് ചെയ്താണ്. ഇവിടെ നമ്മുടെ ഇവിടെ സാധാരണ കിട്ടാറുള്ള അല്ലേ? ഇതും ആ ഒരു മരം കൊണ്ട് തന്നെ ചെയ്താണ്. സ്റ്റീലിൽ നമ്മൾ പൈപ്പ് ഇട്ടിട്ട് സെറ്റ് ചെയ്തത് മാത്രം. സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ടാണ് സ്റ്റീൽ പൈപ്പ് വെച്ച് നമ്മൾ സെറ്റ് ചെയ്തത് മാത്രം. ശരി ശരി ശരി. അതേപോലെ തന്നെ 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സീലിംഗ് ലൈറ്റ് കൊടുത്തേക്കോ ചെയ്തേക്കുന്നല്ലേ? ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഫാൻ കൊടുത്തിട്ടുണ്ട്, ഫാൻ കൊടുത്തിട്ടുണ്ട്, ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ പോയിന്റ് എല്ലാം നന്നായിട്ട് അല്ലേ ചെയ്തിട്ടുണ്ട്. TV നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തന്നെ. TV യൂണിറ്റിന് വരാനുള്ള ഭാവിയില് ബാക്കി വരാനുണ്ട്, വർക്ക് ചെയ്യാണ്ട്. ഇപ്പോൾ ഒരു ഇതായതുകൊണ്ട് കമ്മിക്ക് ഇട്ടിരുന്നു മാത്രം. ഇത് നമ്മുടെ പൂജ റൂമാണ്. ശരി. പൂജ റൂമായിട്ടില്ല, ഒരു പൂജ സ്ഥലം കുറവായതുകൊണ്ട് സ്ഥലം ഇത്രയല്ലേ ഉള്ളൂ അല്ലേ? സ്ഥലം ചെറുതായതുകൊണ്ട് നമ്മള് പൂജ റൂമിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചെന്ന് മാത്രം. ഇത് എന്ത് തടിയാ? ഇത് നമ്മള് പ്ലാവാണ്. പ്ലാവാണല്ലേ? ഇതിങ്ങനെ ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ വേണമെന്ന് ആൾക്കാർ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തില് പൂജ ഇതിന് പൂജ സ്പേസ് എന്ന് പറയാ അല്ലേ? സ്റ്റാൻഡോ അല്ലെ? അങ്ങനെ സ്റ്റാൻഡ് ഒരു ചെറിയൊരു വിളക്ക് വെക്കാൻ വേണ്ടി. ഇത് എന്ത് വില ഉണ്ടാവും ചേട്ടാ? 6000 രൂപ വരും. 6000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ പൂജ റൂമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഇത്തരത്തിൽ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടനെ സമീപിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇത് വളക്ക് ഇത് ഒരു പ്രത്യേകത, ഇത് വളക്ക് ഇതിന് പുറത്തേക്ക് വെക്കാം. ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു സാധനമുണ്ട്. അതിലേക്കാണ് പലക്ക് വെക്കാം. അതായത് നമ്മുടെ ഈ ഉള്ളിൽ വെക്കുമ്പോ ഈ നാളെ പോയിട്ട് കരിയൊക്കെ പിടിച്ച് പുകയൊക്കെ പിടിച്ചിട്ട് അത് നാശമാവും. ഇത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് പുറത്ത് വെക്കുന്നത്. അതായത് ഇതിങ്ങോട്ട് വലിച്ചെടുത്താൽ മതി. ഉള്ളിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വലിച്ചെടുക്കാം, എന്നിട്ട് ഇത് പുറത്ത് വെക്കാം. ശരി ശരി. നമുക്ക് കൊളത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്തിട്ട് ഉള്ളിൽ വെച്ചിട്ട് ഇത് നീക്കി നമുക്ക് ഡോർ അടച്ചാൽ പൂജാ കാര്യങ്ങളോ പൂജ സാധനങ്ങളോ എന്തെങ്കിലും ഇതിൽ വെക്കുകയും ചെയ്യാം. 6000 രൂപ മുടക്കിയാൽ മതി. 6000 രൂപ. ഓക്കെ. ഇത് നമ്മൾ സോക്കേഷൻ നമ്മുടെ TV യൂണിറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണം അതിനനുസരിച്ച് ആദ്യം മോഡൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സോക്കേഷൻ ചുമ്മാ വിട്ടിരിക്കുന്നത്. അവിടെ ഇലക്ട്രിക്കൽ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിനകത്ത് സ്വിച്ച് ഒക്കെ ലൈറ്റ് കൊടുക്കണം സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇവിടെ ഒരു ഞാൻ ഇവിടെ ഒരു അക്വേറിയം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താഴത്തല്ലേ? ശരി ശരി. അവിടെ നല്ല സോക്കേഷൻ ചെയ്താൽ മതി. അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ഇതിങ്ങനെ വിട്ടിരുന്നത്. ഇനിയിപ്പോ ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയ നമ്മൾ സ്റ്റെയറിന്റെ നേരെ അടിയിലായിട്ടല്ലേ? അടിയിലാണ് നമ്മൾ ഡൈനിങ് ഏരിയ. മുകളിലേക്ക് പണിയാൻ പറ്റും. മുകളിലേക്ക് നമുക്ക് 2 പണിയാവുന്ന ഉദ്ദേശത്തിലാണ് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്ത് എന്തൊക്കെ സ്റ്റെയറിൽ ഉപയോഗിച്ചിരിക്കുന്നത്? സ്റ്റെയറിലിരിക്കുന്നത് നമ്മൾ ഇത് ഗ്രാനൈറ്റ് ആണ്. സൈഡ് കൊടുക്കുന്ന ടൈല്. ശരി ശരി. അങ്ങനെ കൊടുത്തേക്കുന്നത് അല്ലേ? നമ്മൾ സ്റ്റൈലിന് സ്റ്റീലിന് ഇങ്ങനെ ചെയ്തേക്കുന്നു. അവിടെ ഒരു ഓപ്പൺ ആയിട്ടിട്ടേക്കോ? പക്ഷെ നമ്മൾ പിന്നേക്ക് ഗ്ലാസ് വെച്ച് മറിക്കാനുള്ള ഒരു ഉദ്ദേശത്തിൽ കൂടിയാണ്. ശരി, അങ്ങനെയാണല്ലേ? മനസ്സിലായി. ഇത് നേരെ അവിടെ ഒരു ജനാല ടേബിൾ വരുന്നത്. ശരി ശരി ശരി. വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ പോയിന്റുകൾ. ഇതിന്റെ അടുത്ത് തന്നെ നമുക്ക് ഇൻവെർട്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഈ സ്റ്റെയറിന്റെ താഴത്തിന് ഇൻവെർട്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ശരി ശരി ശരി. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇനിയിപ്പോ ഇത് എത്ര ബെഡ്റൂമാണ് വരുന്നത്? നമ്മുടെ 2 ബെഡ്റൂമാണ്. 2 ബെഡ്റൂം അല്ലേ? ഒരു ചെറിയൊരു ബെഡ്റൂം, ഒരു വലിയൊരു ബെഡ്റൂം. നമ്മുടെ ഒരു 12x13 ഒരു ബെഡ്റൂം ഉണ്ട്. ഇതിന്റെ ഡോറൊക്കെ എന്താ ചേട്ടാ? നമ്മൾ വരുന്നത് ഇപ്പൊ റെഡിമെയ്ഡ് വരുന്ന ഡോറാണ്. റെഡിമെയ്ഡ്. 3000 രൂപയെ വരുന്നുള്ളൂ. എത്ര? 3000 രൂപയാണ് റെഡിമെയ്ഡ് ഡോറിന് വരുന്നത്. 3000 രൂപ വില വരുന്നത്. സാധാരണ തടിയുടെ അതേപോലെ നല്ല വിലയുള്ള നല്ല ഇതാണ്, പോളിഷ് ഉള്ള, നമുക്ക് പെയിന്റ് ചെയ്യുന്ന ആവശ്യമില്ല, പോളിഷ് ആയിട്ട് വരുന്ന സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ പോലെയുള്ള കാർപ്പന്റേഴ്സിന് ഇതൊരു ഭീഷണിയാണ്. ഓക്കെ, ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇത് എത്ര സൈസ് വരുന്നുണ്ടാവും? ഇത് നമുക്ക് വരുന്നത് 13-12 വരുന്നുണ്ട്. 13-12 സൈസ് വരുന്നുണ്ട്. ഇതും ഫ്ലോറിലും നമ്മുടെ കജാരിയ തന്നെ. ഇതിലും ഒരു ട്യൂബില് ഒരു ലൈറ്റും 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്, ട്യൂബ് കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിക്കൽ പോയിന്റുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ബെഡ് സ്വിച്ച് ആയിട്ടും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഫാൻ കൊടുത്തിട്ടുണ്ട്. ജനൽ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം തടിയല്ല, ഈ പറയുന്ന നാട്ടുമരം ഉപയോഗിച്ചാണ്. പിന്നെ ഇവിടെ
ഇതിൽ ബോർഡ് ഇത് വരാനുള്ള അല്ലേ? ഇത് ചെയ്യുന്നത് നമ്മൾ ഫെറോസിമെന്റോട് ചെയ്തതാണ്. ഫെറോസിമെന്റ് ചെലവ് കുറയ്ക്കാൻ. അതായത് ഈ ഇനിയിപ്പോ ഇതിന് ഡോർ വരാനുള്ളതാണ് വരാനുള്ളതാണ്. ഇത് നമുക്ക് ഇനി ഏത് മൾട്ടിവുഡ് ആണെങ്കിലും മറ്റേ ഷീറ്റ് എഴുതി വെച്ചിട്ട് പ്ലേ ചെയ്താലും നമുക്ക് ഇതിൽ നമുക്ക് ഡോർ വെച്ച് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം. ആ ബെഡ്റൂമിന്റെ ഒരു ബാത്റൂമാണ്, അറ്റാച്ച്ഡ് ബാത്റൂം. ഇതാണ് ബാത്റൂം, ചെറിയ ഒതുങ്ങിയതാണ്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ പീസാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനൊക്കെ എന്താ വരുന്നുണ്ടാവും? ഇതിന്റെ സൂട്ടിന്റെ തന്നെ ഇത് നമുക്ക് 8000 രൂപ വരെ. ഏതാ ബ്രാൻഡ്? ബ്രാൻഡ് വരുന്നത് ഫോർബിറ്റ് അല്ലേ? 8000 രൂപ വരുന്നത്. 8000 രൂപ വരുന്നത്. ശരി. എല്ലാ ഫിറ്റിംഗ്സുകളും എല്ലാ ഫിറ്റിംഗ്സും ആണ്. എല്ലാവർക്കും ഇതൊക്കെ പക്ക SS ആണ്. ഷവർ കൊടുത്തിട്ടുണ്ട്. ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അല്ലേ? എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ബെഡ്റൂമാണ്. ഇത് പറയുമ്പോൾ നമുക്ക് ചെറിയ ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഇതിന്റെ ഡോറും സെയിം അതേ വുഡ് തന്നെ വെച്ച് ചെയ്തിരിക്കുകയാണ്. നമ്മൾ റെഡിമെയ്ഡ്. ഇത് പുറത്തേക്ക് തുറക്കണം അല്ലേ? ഇത് പുറത്തേക്ക് തുറക്കണം. അതെന്തുകൊണ്ട് അങ്ങനെ വെച്ചതിന്റെ? ഈ ബെഡ്റൂമിൽ ചെറുതാണ്, മറ്റേ ബെഡ്റൂം കഴിച്ചിട്ട് ചെറുതാണ്. അതിന് വെച്ചിട്ട് ലേശം ചെറുതാണ്. അപ്പൊ ആ ചെറുതാണ് നമുക്ക് ഇവിടേക്ക് വെക്കുമ്പോൾ ഇവിടെ ഒരു നമുക്കൊരു കട്ടില് ഡബിൾ കോട്ട് കട്ടിലിടാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോ ഉപയോഗിക്കുന്നില്ലേ റൂം അല്ലേ? ഉപയോഗിക്കുന്നത്. ഇതെന്താ ഇതിപ്പോ ഈ ഭാഗത്ത് എന്താ ഇങ്ങനെ വന്നേക്കുന്നത്? ഈ ഭാഗത്ത് നമുക്ക് ഇതിന്റെ അപ്പുറത്താണ് നമുക്ക് ബാത്റൂം വരുന്നത്. ഇത് അറ്റാച്ചഡ് അല്ല, പുറത്തുനിന്നാണ്. ഇത് പുറത്തുനിന്നാണ്, ഇത് അറ്റാച്ചഡ് ഇല്ല. അതെന്താ അങ്ങനെ ഒരു ഉദ്ദേശം? ഇത് ഞാൻ ആ ഒരു പോർഷൻ നമുക്ക് പിന്നേക്ക് നമുക്ക് അങ്ങനെ ചെയ്യാവുന്ന രൂപത്തിലാണ് ഇത് ഈ ഒരു കട്ടിങ് ഇട്ടിരിക്കുന്നത്. ഭാവിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് അറ്റാച്ചഡ് ആക്കാം. ഇപ്പൊ അത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് മാത്രം. പിന്നെ ഇവിടെ ചെറിയൊരു സോക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പോയിന്റുകളെല്ലാം കറക്റ്റ് ആയിട്ട് ഒരു ബൾബ് ഉണ്ട്, ഫാൻ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരു ബൾബ് ഒരു ഫാൻ ഒക്കെ നമുക്ക് ഈ ബാത്റൂമിന്റെ മുകളിൽ ഉപയോഗിക്കാൻ വേണ്ടി സ്റ്റോറേജ് പോലെ ഉപയോഗിക്കാം. ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഓക്കെ. നമുക്ക് അടുക്കള. ഇതെന്താ എന്താ കട്ടള ഏതാണെന്ന് പറഞ്ഞേട്ടാ? ഈ കട്ടള നമ്മൾ പ്ലാവിന്റെ കട്ടളയാണ് വെച്ചിരിക്കുന്നത്. പ്ലാവിന്റെ അല്ലേ? ഇത് പ്ലാവിന്റെ കട്ടളയാണ് വെച്ചത്. ഓക്കെ, ഇതാണ് നമ്മുടെ അടുക്കള. ഇതാണ് നമ്മുടെ അടുക്കള. ഓക്കെ. അടുക്കളയുടെ മുകളിൽ സ്ലാബ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഗ്രാനൈറ്റ് തന്നെയാണ്. ഗ്രാനൈറ്റ്. ഇത് നമ്മൾ ഗ്രാനൈറ്റ് തന്നെ ഇട്ടിരിക്കുന്നത്. ഇവിടെ 2 പ്ലഗ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രിഡ്ജിലേക്കുള്ളൂ, ഒന്ന് മിക്സിയിലേക്കുള്ളൂ. ശരി. രണ്ടിലേക്കുള്ള 2 പ്ലഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാൾ ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ 3 പാളി ജനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സിറ്റൗട്ടിൽ നിന്ന് കാണുന്നത് സിറ്റൗട്ടിൽ നിന്ന് കാണുന്ന 3 പാളി ജനൽ. ഇതൊരു 3 പാളി ജനലുമാണ് നമുക്ക് പുറത്തേക്കുള്ളത്. ഇവിടെയാണ് ഗ്യാസ് കുറ്റി, ഇവിടെയാണ് ഗ്യാസ് ഇതിന്റെ ഇങ്ങനെ വരുന്നത്. ഗ്യാസിന്റെ തൊട്ട് തന്നെ നമ്മൾ സിങ്ക് വെച്ചിട്ടുണ്ട്. വാഷ് ഏരിയ 2 പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് ഒന്ന് നമ്മള് പൈപ്പ് ഒന്ന് നേരിട്ട് വരുന്ന വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പൈപ്പ് കൊടുത്തിരിക്കുന്നത്. മറ്റേത് നമ്മള് ടാങ്കിലെ വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട്, പാത്രം കഴുകാൻ വേണ്ടിയിട്ട്. താഴ്ഭാഗത്ത് ഇനി കബോർഡൊക്കെ വേണമെങ്കിൽ കബോർഡ് ചെയ്യാൻ വേണ്ടി ഡോറുകൾ വെക്കാണ്ട് ബാക്കിയെല്ലാം ഒക്കെ ആക്കിയാണ്. എല്ലാം നമ്മൾ ഫെറോസിമെന്റ് തന്നെ ചെയ്തിരിക്കുന്നത്. ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫെറോസിമെന്റ് ചെയ്തത് മാത്രം ചെയ്യുന്നല്ലേ? ഓക്കെ. ഈ ഗ്രാനൈറ്റ് ഒക്കെ എന്താ റേറ്റ് വന്നിട്ടുണ്ടാവും അറിയാം? ഗ്രാനൈറ്റ് വരുന്നത് നമുക്ക് 135 രൂപ സ്ക്വയർ ഫീറ്റിന് വന്നിട്ടുള്ളൂ. ഗ്രാനൈറ്റ് ടൈലുമായിട്ട് വെച്ച് നോക്കുമ്പോൾ കുറച്ച് അല്ലേ? ടൈലാക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്. പിന്നെ ഇത് മാറ്റ് ഫിനിഷ് ടൈലാണ്. നമുക്ക് തെന്നി വീഴില്ല, ഗ്രിപ്പ് ഉണ്ട്, കാർ ഫിനിഷിംഗ് ഉണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. അതേപോലെ തന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു വർക്ക് ഏരിയ പ്ലസ് രണ്ടാമത്തെ കിച്ചൺ എന്നും പറയാം. രണ്ടാമത്തെ കിച്ചൺ മെയിൻ അടുപ്പ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ വർക്ക് ഏരിയയിലാണ്. കത്തിക്കാൻ നമ്മൾ കത്തിച്ചാലും പുക ആലുവ അടുപ്പാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ശരി. ഇതാവുമ്പോൾ ആലുവ അടുപ്പ് നമുക്ക് പുക ചുറ്റില്ല. പുക ഇവിടെ ചുറ്റില്ല, ഉള്ളില് പുക വരില്ല. പുറത്തേക്ക് പോകും. സാധാരണ അങ്ങനെയാണ്. പക്ഷെ ഇത് ഒന്നുകൂടി ഒരു ബെറ്റർ ആണെന്ന് മാത്രം. ഈ അടുപ്പിന്റെ പ്രത്യേകത അതായത് അടുപ്പിൽ ഇവിടെയും നമുക്ക് സാധാരണ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ടായിരിക്കും വിറക് വെക്കുന്ന ഒരു ഏരിയ. അത് നമ്മൾ മുകളിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് വിറകിന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ ചാടി പോകുന്ന താഴെ ചാടി പോവില്ല, പൊടി പടലങ്ങൾ ഉള്ളിലേക്ക് പുറത്തേക്ക് താടില്ല, ഫ്ലെയിം കുറച്ച് കൂടുതൽ കിട്ടും അല്ലേ? മറ്റേതിനെ അപേക്ഷിച്ചിട്ട് അങ്ങനെ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ? അതതിന്റെ ഒരു പ്രത്യേകത. ഇനി ഇവിടെ GIP ചെയ്തേക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇവിടെ ഗ്രില്ല് നമുക്ക് എപ്പോഴും നമുക്ക് ഉള്ള ഈ ഒരു വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടും വായു വരാൻ വേണ്ടിയിട്ടും അങ്ങനെ കൊടുത്തേക്കാം. പിന്നെ അത് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ ഞാൻ ഒരു കൊട്ടത്തളം സെറ്റ് ചെയ്തു. കൊട്ടത്തളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടത്തളം നമ്മൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊട്ടത്തളം നമ്മൾ സിങ്ക് വെക്കുന്നതിന് പകരമായിട്ട്
വലിയൊരു ഏരിയ വാഷ് ഏരിയ. അപ്പൊ ഇതുകൊണ്ടുള്ള ഗുണവും കൂടെ ഒന്ന് പറയാമോ? ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര പാത്രങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇതിനുള്ളിൽ വെച്ച് സെറ്റ് മാറ്റാം. നമുക്ക് പാത്രം കഴുകിയെടുക്കാം. അതായത് സിങ്കിന്റെ അകത്ത് കൊള്ളിനെക്കാട്ടിലും ഇരട്ടി പാത്രം കൊട്ടത്തളത്തിൽ നമുക്ക് ഉപയോഗിച്ചു. ഇത് കൂടുതൽ ഈ പാലക്കാട് മേഖലയിലാണ് ഈ കൊട്ടത്തളം കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത് അല്ലേ? അങ്ങനെയുണ്ട്. പിന്നെ കഴുകിയിട്ടും വേണമെങ്കിൽ കഴുകിയിട്ട് നമുക്ക് മേലെ വെക്കാം. ഇതിന് പിന്നെ നമ്മൾ ഈ ഫ്ലോറിൽ നിന്ന് വെച്ചിട്ട് പുറത്തേക്ക് 2 അടി തള്ളിയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്ലോറിൽ നിന്ന് 2 അടി പുറത്തോട്ട് സെറ്റ് ചെയ്തിട്ടാണ് പുറത്തേക്ക് അങ്ങനെ തള്ളിയിട്ടാണ് നമ്മൾ ഈ കൊട്ടത്തളം എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അടുക്കളയുടെ വർക്ക് ഏരിയയുടെ ഫേസ് പോവില്ല. അത്ര സ്ഥലം നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഉണ്ടല്ലേ? ആ ഒരു കണക്കൂട്ടിയിട്ട് കൂടിയാണ്. ഇതാണ് നമ്മുടെ ഷോക്കേസ് എന്ന് അടുക്കള വർക്ക് ഏരിയ, നമ്മുടെ ക്രോക്കറി ഷെൽഫ് എന്നൊക്കെ പറയാം. എല്ലാ സാധനങ്ങളും വെക്കാൻ പാടില്ല. ഇത് ഏതാ ഫെറോസിമെന്റ് ആണോ? ഇതൊക്കെ ഫെറോസിമെന്റോട് ചെയ്താ. ഷോക്കേസ് എല്ലാം ഫെറോസിമെന്റോട് ചെയ്തേക്കുന്നത് അല്ലേ? ഇവിടെ ഈ ഒരു പോയിന്റ് കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഫാൻ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. കൊടുത്തിട്ടുണ്ട്, പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ? ശരി ശരി. ഇനി ഇതിന്റെ ഡോറോ? ഇതിന്റെ ഡോറ് വുഡ് കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് കൈനിയുടെ ചട്ടം എന്ന് പറയുന്ന കൈനിയാണ് ചട്ടം. ഇവിടുത്തെ പല ലാവാണ് ഇവിടുത്തെ നമ്മുടെ ഈ നാട്ടു പ്രദേശത്ത് കിട്ടുന്ന അങ്ങനെ പറയപ്പെടുന്ന മരമാണ്. ഓരോ സ്ഥലത്തും ഓരോ സ്ഥലത്തും ഓരോ മരങ്ങളുണ്ട്. ഇവിടെ പിന്നെ നമ്മൾ പിന്നേക്ക് നമ്മള് വാഷിംഗ് മെഷീൻ വെക്കണമെങ്കിൽ അതിനുള്ള പ്ലഗ് ആണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഏരിയ നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര സ്ഥലമുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഏരിയ ഉണ്ട്. ചെറിയ കിച്ചൺ ആണെങ്കിലും അല്ലെ? അത് അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന. ഇതിന്റെ അടിയിൽ വിറ വെക്കാനായിട്ട് ഒരു സ്ഥലം കൂടെ കൊടുത്തിട്ടുണ്ട്. ശരി ശരി. അങ്ങനെ ഇനി ബാത്റൂം പുറത്ത് ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം കോമൺ ഇവിടെ അല്ലേ? നമ്മുടെ അകത്തെ ആ ഫിറ്റിംഗ്സ് പോലെ തന്നെയല്ലേ ഇത്? സ്കിൻ ഡോർ ഫൈബറിന്റെ അല്ലേ? ഡോർ അല്ലേ? സാധാരണ പോലെ തന്നെ അല്ലേ? ഇവിടെ സിംഗിൾ പീസ് അല്ല, അല്ലാത്ത സാധാരണ. ഇവിടെ വാഷ് ഏരിയയും നമ്മുടെ ഷവറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫിറ്റിംഗ്സ് എല്ലാം ഉണ്ട് അല്ലേ? മറ്റേ ബാത്റൂമിന്റെ അതേ സെറ്റിംഗ്സ് ഇതിലുണ്ട്. അപ്പോൾ ദാസേട്ടാ, ഇതിന്റെ നമ്മുടെ നിർമ്മാണ രീതികളും ഒക്കെ ഒന്ന് ഇതിനെ കുറിച്ച് പറയാം, ആൾക്കാർക്കൊന്നും അറിയാം. ഇത് നമ്മളൊരു 6 സെന്റ് സ്ഥലമേ ഉള്ളൂ. ഇത് നമ്മൾ വാങ്ങിയെടുത്താണ്. അത് 6 സെന്റ് സ്ഥലം. നമ്മുടെ ചെറിയ കൊച്ചു കുടുംബമാണ്. അപ്പോൾ അതിന് വേണ്ടി 2 ബെഡ്റൂമായിട്ട് ചെറിയൊരു വീട് വെക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വീടാണ് ഞാൻ വെച്ച് എനിക്കങ്ങനെ പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന്? ഇത് 880 സ്ക്വയർ ഫീറ്റിൽ ചെറിയൊരു വീട് എനിക്ക് നിർമ്മിക്കാൻ സാധിച്ചു പോയി. എത്ര ബഡ്ജറ്റ് ആയിട്ടുണ്ട്? ബഡ്ജറ്റ് ഏകദേശം വരുന്നത് 13.5 ലക്ഷം രൂപയാണ് ഇതിന് ഇതുവരെ എത്തിയിട്ടുള്ളൂ. അതായത് ഈ പറയുന്ന ഗ്രാനൈറ്റും ഈ ടൈലും കാര്യങ്ങളും ഇത്രയൊക്കെ ഉപയോഗിച്ചിട്ടും 13.5 ലക്ഷം രൂപയ്ക്ക് ഇത്തരത്തിൽ ചെയ്യാൻ പറ്റി, ക്വാളിറ്റിയോട് കൂടിയിട്ട് എനിക്ക് കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ, ഇപ്പം നമ്മൾ ഈ അകത്തിന് കുറച്ച് വർക്ക് പെയിന്റിംഗ് ഉണ്ടല്ലോ, ഈ പറയുന്ന ക്രോക്കറി ഷെൽഫ് അല്ലെങ്കിൽ കുറച്ച് ഷെൽഫുകളുടെ കബോർഡ് വർക്കുകളും കിച്ചന്റെ കബോർഡ് വർക്കൊക്കെ, അപ്പോൾ അതൊക്കെ പൂർത്തീകരണം വരണമെന്നുണ്ടെങ്കിൽ ഇനി എത്ര രൂപ മുടക്കി? ഏകദേശം നമുക്കൊരു ഇതിലൊരു 75,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഈ വീടിനെ ഫിനിഷ് ചെയ്തെടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് എല്ലാ വർക്കും പൂർത്തീകരിക്കും. ഇനി ഒരു 75 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി മറ്റൊരു കാര്യം കൂടെ, ദാസേട്ടൻ എന്തൊക്കെ വർക്കുകൾ ചെയ്യുന്നതും കൂടെ പറയാമോ? അപ്പോൾ ആൾക്കാർക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുമല്ലോ സ്വാഭാവികം. കാർപ്പൻറ്റർ വർക്ക് എന്ത് വർക്ക് വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇന്റീരിയർ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കിച്ചൺ കബോർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, കബോർഡ് വർക്കുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കട്ടള ജനൽ വർക്ക് മുതൽ എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇന്റീരിയർ വർക്ക് ഉൾപ്പെടെ അല്ലെങ്കിൽ കാർപ്പൻറ്റർ വർക്ക് എല്ലാം ചെയ്യുന്നുണ്ട്. പാലക്കാട് ജില്ലയിലാണ് കൂടുതൽ ചെയ്യുന്നത്. വലിയ വർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പോയി ചെയ്യാവുന്ന ഉള്ളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഏകദേശം 2 ആഴ്ച മാത്രമേ ആകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ വന്നേക്കും ചിലവ് ആ ചേട്ടൻ പറഞ്ഞ പോലെ 13.5 ലക്ഷം രൂപ മാത്രമേ ആയിട്ടുള്ളൂ ഈ 2 ബെഡ്റൂമോട് കൂടിയിട്ട് വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും മറ്റൊരു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.